ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവും പുറത്തേക്കെന്ന സൂചന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് എൻ വാസു ഹർജി സമർപ്പിച്ചത്. കട്ടളപ്പാളി കേസിൽ മാത്രമാണ് വാസു പ്രതിയായിട്ടുള്ളത്. എം മനോജ് ചേരുകയാണ്. മനോജ്, നാളെ ഈ ജാമ്യ ഹർജിയിൽ വാദം കേട്ടുകൊണ്ട് ഒരുപക്ഷെ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ജാമ്യം നൽകുകയാണെങ്കിൽ വാസുവിന് അപ്പോൾ തന്നെ പുറത്തേക്കിറങ്ങാം. കാരണം ഒരേ ഒരു കേസിൽ മാത്രമേ ഇയാൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളൂ. തീർച്ചയായും എൻ വാസുവും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അതായത് 90 ദിവസം റിമാൻഡ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഈ വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. നാളെ ഈ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ വിശദമായ വാദം കേട്ട ശേഷം സ്വാഭാവികമായ ജാമ്യം അനുവദിച്ച് നൽകും. അതായത് നേരത്തെ തന്നെ മറ്റു പ്രതികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം ഈ ജാമ്യം അനുവദിച്ച് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ച് നൽകുമെന്നുള്ളതാണ്. ഈ എൻ വാസു ആദ്യഘട്ടത്തിൽ അറസ്റ്റിലാവുന്ന ആളാണ്. CPMൻ്റെ ഒരു പ്രതിനിധി കൂടെയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ വ്യക്തമാണ്. നേരത്തെയും അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ദേവസ്വം കമ്മീഷണറായും ദേവസ്വം പ്രസിഡന്റായും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇത്രയും ദിവസം ഈ ഒരു സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി പൂർത്തിയായത്. എന്നാൽ ഇതിനിടെ SIT കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായില്ല. ഇതേ സാഹചര്യം തന്നെയാകും ഇനി വരുന്ന ദിവസങ്ങളിൽ പത്മകുമാറിനെ സംബന്ധിച്ചും. പത്മകുമാറും സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കും. എന്തായാലും ഇവർക്കൊക്കെ ജാമ്യം കിട്ടി. ഈ പ്രതികളൊക്കെ തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതേസമയം തന്നെയാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷകൾ കൂടെ കോടതി പരിഗണിക്കുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുകയാണ് ഇപ്പോൾ. SIT തന്ത്രിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. തന്ത്രിക്ക് എല്ലാം അറിയാമെന്നും തന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഗുരുതരമല്ലെന്നും ഒക്കെ കാട്ടിയാണ് SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കൂടെ പരിഗണിച്ചാകും ജാമ്യം നൽകണമോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. എന്തായാലും തന്ത്രിയെ മാത്രം ഈ അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന SIT മറ്റു കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. കാരണം മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്തിട്ടും അവരിലേക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ SIT തയ്യാറായിരുന്നില്ല. ഇത് തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുവാൻ വേണ്ടി SIT റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ മറ്റു കാര്യങ്ങളിൽ പങ്കില്ല എന്ന് കാട്ടിയാണ് തന്ത്രി ഈ ജാമ്യാപേക്ഷ ഇരു കേസുകളിലും നൽകിയിരിക്കുന്നത്. എന്തായാലും 2 ജാമ്യാപേക്ഷകളും കോടതി ഇന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എന്താണ് തീരുമാനം, അതായത് ഈ ജാമ്യാപേക്ഷകൾ വിധി പറയുന്നതിന് വേണ്ടി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും ശബരിമല കേസിൽ അന്വേഷണ സംഘം ഏത് വഴിക്കാണ് എന്നുള്ള ചോദ്യം പലതവണ ഉയർന്നിരുന്നു. ഈ ചില പ്രതികളെ മാത്രമാണോ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ആദ്യഘട്ടത്തിലൊക്കെ അറസ്റ്റിലായ CPMുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് സ്വാധീനമുള്ള പ്രതികൾക്ക് പുറത്തേക്കിറങ്ങുവാനുള്ള ഒരു സൗകര്യം അത് SIT ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയർന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ED കൂടെ അന്വേഷണം നടത്തുന്നുണ്ട്, മറുഭാഗത്താണ് ഈ SITയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വാസു കൂടി ഒരുപക്ഷെ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. നാളെ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലത്തെ വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. കട്ടളപ്പാളി കേസിൽ മാത്രമാണ് വാസു പ്രതി. നമുക്കറിയാവുന്നതുപോലെ SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വാസുവിനും ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യം സ്വാഭാവികമായി കോടതിക്ക് ഉണ്ടായേക്കാം. എം മനോജാണ് വിവരങ്ങളുമായി ചേർത്തത്.